ഇന്നത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ് കേട്ടോ. പഴങ്കഞ്ഞി പിന്നെ പച്ചമോരിൽ നമ്മൾ ഇട്ട് വയ്ക്കത്തില്ലേ, അതുപോലെ ഞങ്ങൾ കാച്ചിയ മോരിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അടിപൊളി പഴങ്കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. എടുക്കുന്നത് കാണിച്ചു തരാം. പഴഞ്ചോറാണ് കേട്ടോ. പഴഞ്ചോറ് നമ്മൾ ഈ തൈരിലിട്ട് വയ്ക്കത്തില്ലേ പച്ചമോരിൽ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്, അതുപോലെ ഞങ്ങൾ കാച്ചിയ മോരിൽ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ പഴഞ്ചോറ് കാച്ചിയ മോരിലിട്ട പഴഞ്ചോറാണ്. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിശ്ശേരിക്കകത്ത് ഇട്ട പഴഞ്ചോറ്. സാമ്പാർ, എൻ്റെ സാമ്പാർ കൊതിച്ചൊന്നുമല്ല, പക്ഷെങ്കിൽ ഇരുന്നപ്പം സാമ്പാർ ഇരുന്നപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്രേ. നമ്മുടെ താരം ചെനമെഴുക്ക് വരട്ടി. പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണക്കമീനേൻ്റെ ഒരു കഷ്ണം. ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഇതുപോലെ കട്ടിയെന്നല്ല, വാളയാണ്, ഉണക്ക വാള. അപ്പോൾ അത് ചമ്മന്തി അരയ്ക്കാൻ നല്ല. ഇത് ഒരു കഷ്ണം എടുക്കാം. 1 2 എടുക്കാം കേട്ടോ. ഒരു കഷ്ണം ഇപ്പോൾ എനിക്ക് വയ്യ. ഇത് വെള്ളത്തിൽ വീണു, മീൻ വെള്ളത്തിൽ വീണു. പിന്നെ എൻ്റെ ദൈവമേ. പയറ് തോരൻ. പഴങ്കഞ്ഞി ആയതുകൊണ്ട് തന്നെ എല്ലാം ഇന്നലത്തേതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പഴങ്കഞ്ഞിയുടെ കൂടെ പുതിയ സാധനങ്ങൾ എടുത്തുന്നൊരു അത് വേണ്ട. അപ്പം ഇത്രയും മതി, അച്ചാറൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. അപ്പം നമ്മുടെ അടിപൊളി പഴങ്കഞ്ഞി ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ട ഐറ്റംസ്.